ഹായ് ഫ്രണ്ട്സ്, PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന തിരക്കിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തുടക്കക്കാരായിരിക്കാം. പക്ഷേ ഈ വീഡിയോ ഒന്ന് മുഴുവനായി കാണുക. ഒരു 5-6 മിനിറ്റേ വരൂ. 27 വർഷമായി PSC പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒട്ടനവധി PSC എക്സാമുകൾ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് ജോലിയിലായിരുന്നു. പഠിപ്പിക്കാനുള്ള താല്പര്യം കൊണ്ടും മെൻറ്ററിങ്ങിനുള്ള താല്പര്യം കൊണ്ടുമാണ് ഞാൻ ജോലി ഉപേക്ഷിച്ച് ഈ പ്ലാറ്റ്ഫോം തുടങ്ങിയത്. എൻ്റെ ഈ പരിശീലന കാലയളവിലുടനീളം ജോലി കിട്ടാൻ സാധ്യതയുള്ള 2 തരക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന്, ഒരു മാരത്തണിൽ പങ്കെടുക്കുന്നവർ. അവർക്കൊരു സ്ഥിരതയുണ്ടായിരിക്കും. മറ്റൊന്ന്, ആവേശത്തോടെ കയറി വരുന്നവർ. അവർ ആദ്യം 8-9 മണിക്കൂറും നിരന്തരമായ സംശയങ്ങളുമൊക്കെ ഉന്നയിച്ചു കൊണ്ടിരിക്കും. പക്ഷേ അതേ സെൻറ്ററിൽ മറ്റൊരു കാലം കഴിഞ്ഞ്, ഒരു വർഷം കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ ഈ ആവേശത്തോടെ ഊർജ്ജസ്വലതയോടെ ഈ ഓട്ട മത്സരത്തിൽ പങ്കെടുത്തവരെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ ലിസ്റ്റിലുണ്ടാവില്ല. അതെന്നെ അത്ഭുതപ്പെടുത്താറുണ്ടായിരുന്നു. പക്ഷേ നിരന്തരമായി ഞാൻ വീക്ഷിച്ചു നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പഠനത്തിൽ സ്ഥിരത പുലർത്തുന്നവരാണ്. അവരുടെ ബുദ്ധിയോ ആർജിത അറിവോ ഒന്നുമല്ല. പഠനത്തിൽ സ്ഥിരത പുലർത്തുന്നവരും ചില ശീലങ്ങളുമാണ് അവരെ PSC പരീക്ഷയിലേക്ക് നയിക്കുന്നത്. അതായത് അവർ കൃത്യമായി എക്സാമുകളിൽ പങ്കെടുക്കും, ടെസ്റ്റുകളിൽ പങ്കെടുക്കും, പഠിക്കാനുള്ളത് സ്ഥിരമായി പഠിച്ചുകൊണ്ടിരിക്കും. അപ്പം നിങ്ങളൊരു മാരത്തൺ ഓട്ടക്കാരനാണ് ആകേണ്ടത്. പക്ഷെ പറയുന്നത് പോലെ അതത്ര എളുപ്പമല്ല. പക്ഷേ ഞാൻ പറയുന്നു, അത് സാധിക്കും. ഒരു പഠനശീലം വളർത്തിയെടുക്കണം. അതിന് 2 പുസ്തകങ്ങൾ നിങ്ങളെ സഹായിക്കും. അറ്റോമിക് ഹാബിറ്റ്സ്, അത് ജെയിംസ് ക്ലിയറിൻ്റെ പുസ്തകമാണ്. മറ്റൊന്ന് ദ പവർ ഓഫ് ഹാബിറ്റ്, അത് ചാൾസ് ഡുഗിങ്ങിൻ്റെ പുസ്തകമാണ്. ഈ 2 പുസ്തകവും നിങ്ങൾക്ക് വായിക്കാൻ ഇപ്പോൾ സമയമില്ല എന്നെനിക്കറിയാം. ഞാനത് വായിച്ചിട്ടുണ്ട്, ഒന്നല്ല പലതവണ. പലപ്പോഴും അതുപയോഗിച്ച് ഞാൻ പല ട്രെയിനിങ് സെഷനുകളും നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ PSC വിദ്യാർത്ഥികൾക്കായി ഞാൻ ചില തന്ത്രങ്ങൾ പറയാം. ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. പഠനം നിങ്ങളുടെ ഒരു ശീലമായിട്ട് മാറും. അപ്പോൾ എന്താണ് ശീലങ്ങൾ? നിങ്ങളുടെ ജീവിതം സൂപ്പറാക്കുന്നത് ശീലങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തെ ഫ്ലാറ്റാക്കുന്നതും ശീലമാണ്. അതൊരു ഓട്ടോ പൈലറ്റ് മൂഡ് പോലെയാണ്. രാവിലെ എഴുന്നേറ്റ് കാപ്പി കുടിക്കുന്നത് മുതൽ രാത്രി ഫോണിൽ സ്ക്രോൾ ചെയ്ത് ഉറങ്ങാൻ കിടക്കുന്നത് വരെ നമ്മൾ ചെയ്യുന്ന മിക്ക കാര്യങ്ങളും ശീലങ്ങളാണ്. പക്ഷേ എന്തായാലും നമുക്ക് ശീലങ്ങൾ വേണം, തീർച്ചയായും വേണം. ശീലങ്ങൾ നമ്മുടെ ബ്രെയിനിനെ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെയാക്കുന്നു. ഒരു കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ ന്യൂറോണുകൾ തമ്മിലുള്ള കണക്ഷൻ സ്ട്രോങ് ആകും. അപ്പോൾ ആ കാര്യം കൂടുതൽ ഈസിയാകും, ഫാസ്റ്റാകും. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ശീലങ്ങൾ നല്ലതാകാം, അല്ലെങ്കിൽ ചീത്തയാകാം. നല്ല ശീലങ്ങൾ നമ്മെ വിജയത്തിൻ്റെ പടവുകൾ കയറ്റുമ്പോൾ ചീത്ത ശീലങ്ങൾ നമ്മളെ താഴേക്ക് വലിച്ചിടും. എന്തൊക്കെയാണ് നല്ല ശീലങ്ങൾ? റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നത്, ഹെൽത്തിയായ ഫുഡ്, ധ്യാനം, പ്രാർത്ഥന, പുസ്തകങ്ങൾ വായിക്കുന്നത്, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. ഇത് PSCക്ക് ഏറ്റവും പ്രധാനമാണ്. റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റിവിഷനാണ് നമുക്ക് പലർക്കും മടി. പക്ഷേ റിവിഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളെ പരമാവധി എക്സാമുകളിൽ പങ്കെടുക്കണം. ഇല്ലെങ്കിലും നിങ്ങൾക്കത് പണി തരും. പഠിച്ചതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കൽ. പലർക്കും അത് മടിയാണ്, അറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട നല്ല ശീലങ്ങളാണ്. ചീത്ത ശീലങ്ങൾ, അമിതമായ മദ്യപാനം, നമുക്കറിയാമല്ലോ, ചീത്ത ശീലമാണ്. ഫോണിൽ മുഴുകിയിരിക്കുന്നത് അഡിക്ഷനാണ്. മയക്കുമരുന്നിൻ്റേത് എന്ന പോലെ അഡിക്ഷനാണ്. നമ്മളെ ഏൽപ്പിച്ചൊരു ജോലി മാറ്റിവെക്കൽ, പഠനം മാറ്റിവെക്കൽ. നെഗറ്റീവ് ചിന്തകൾ ഒരു ശീലമാണെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, നെഗറ്റീവ് ചിന്തകൾ ഒരു ശീലമാണ്. പോസിറ്റീവ് ചിന്തകൾ മറ്റൊരു ശീലമാണ്. ഓർക്കുക, നിങ്ങളുടെ ശീലമാണ് നിങ്ങളുടെ ഭാവി. അതുകൊണ്ട് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനും ചീത്ത ശീലങ്ങൾ ഉപേക്ഷിക്കാനും നമുക്ക് ശ്രമിക്കാം. ഇന്നത്തെ ഈ ചെറിയ ക്ലാസ്സിൽ ശീലങ്ങൾ എങ്ങനെ രൂപപ്പെടുത്താമെന്നും മാറ്റാമെന്നും നമുക്കൊന്ന് പഠിക്കാം. ശീലങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശീലങ്ങളുടെ ലോകത്താണ് ജീവിക്കുന്നത്. നമ്മളെ നിയന്ത്രിക്കുന്നത് ശീലങ്ങളാണെന്ന് തോന്നിയേക്കും. പക്ഷേ സത്യം, നമ്മൾക്കും അവയെ നിയന്ത്രിക്കാൻ കഴിയും. നമ്മളൊരു കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോൾ
അത് ഒരു പാത ബ്രെയിനിൽ വെട്ടിത്തുറക്കും. ആ പാതയിലൂടെ പോകാൻ എളുപ്പമാണ്. ശ്രദ്ധിക്കുക, നമ്മളൊരു കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോൾ, ഇപ്പം ഒരു സ്ഥലത്തു കൂടെ നടന്നു പോവുകയാണെങ്കിൽ ആദ്യം അവിടെ ഒരു വഴി ഉണ്ടാവില്ല. ഒരു പുതിയ സ്ഥലത്തു കൂടെ നമ്മൾ നടന്നു പോവുകയാണ്. കുറേ ആളുകൾ പുതുതായി ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആദ്യം അവിടെ ഒരു വഴി ഉണ്ടാവില്ല. മെല്ലെ മെല്ലെ അവിടെ ഒരു വഴി രൂപപ്പെട്ടു വരും. പിന്നെ നടന്നു പോകാൻ എളുപ്പമാണ്. ഇതുപോലെ നമ്മളൊരു കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോൾ അത് ബ്രെയിനിൽ ഒരു പാത വെട്ടിത്തുറക്കുന്നു. ആ പാതയിലൂടെ പോകാൻ എളുപ്പമാണ്. അതുപോലെ നമ്മളൊരു ശീലം ആവർത്തിക്കുമ്പോൾ അതിലേക്കുള്ള മാർഗം ബ്രെയിനിൽ കൂടുതൽ കൂടുതൽ വ്യക്തമാകും. അപ്പോൾ ഒരു ശീലം രൂപപ്പെടാൻ എന്താണ് വേണ്ടത്? 4 കാര്യങ്ങളാണ് വേണ്ടത്. സൂചന ക്യൂ, ആഗ്രഹം ക്രേവിംഗ്, പ്രതികരണം റെസ്പോൺസ്, പ്രതിഫലം റിവാർഡ്. സൂചന എന്ന് പറഞ്ഞാൽ നമ്മുടെ ശീലത്തിൻ്റെ റിംഗ് ടോൺ പോലെയാണ്. ഫോൺ റിങ് ചെയ്യുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? അറ്റൻഡ് ചെയ്യും. രാവിലെ 5 മണിക്ക് എണീറ്റാൽ ഉടനെ നമ്മൾ എന്തു ചെയ്യും? പല്ല് തേക്കും. രാവിലെ 5 മണിയാണ് അവിടെ ക്യൂ. പല്ലു തേക്കലാണ് പ്രതികരണം. അതുപോലെ മറ്റൊന്നാകാം, ലൈബ്രറിയിൽ പോയാൽ നമ്മൾ ചിലപ്പോൾ പുസ്തകം വായിച്ചു എന്ന് വരും. നമ്മൾ ഒരു സുഹൃത്തുക്കളോടടുത്തുള്ള ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ നമ്മളവിടെ സുഹൃത്തുക്കൾ ചേർന്ന് വേറെന്തെങ്കിലും ഒന്നില്ലെങ്കിൽ ഒരു ചായ കുടിക്കാമല്ലേ എന്ന് കഴിഞ്ഞ് ഒരു ഹോട്ടലിൽ കയറി എന്ന് വരും. നമ്മൾക്കൊരു സങ്കടം വരുമ്പോൾ നമ്മൾ ഉടൻ ഫോൺ എടുത്തു നോക്കി എന്ന് വരും. അവിടെ വികാരമാണ് ക്യൂ, ഫോൺ എടുക്കലാണ് പ്രവൃത്തി. അപ്പോൾ ഒരു ക്യൂ ഉണ്ടായിരിക്കും ഏതൊരു ശീലത്തിനും. മറ്റൊന്ന് ആഗ്രഹമാണ്. രാവിലെ എണീക്കുന്നു 5 മണിക്ക്, ഉടൻ ഫ്രഷ് ആകാൻ നമ്മുടെ മനസ്സിലൊരാഗ്രഹം വരുന്നു. ഇത് നമ്മുടെ ശീലത്തിൻ്റെ ഹൃദയമാണ്. നമുക്ക് എന്താണ് വേണ്ടത്, എന്താണ് നമ്മളെ പ്രചോദിപ്പിക്കുന്നത്, അതാണ് ആഗ്രഹം അഥവാ ക്രേവിംഗ്. അടുത്തതാണ് പ്രതികരണം. രാവിലെ എണീറ്റു, ഫ്രഷ് ആകാൻ തോന്നി, ഉടൻ നമ്മളതിനൊരു പ്രതികരണമാണ് പല്ല് തേക്കുന്നു. ആഗ്രഹം ശക്തമാണെങ്കിൽ പ്രതികരണം സ്വയമേവ നടക്കും. PSC ജോലി കിട്ടേണ്ട ആഗ്രഹം നിങ്ങൾക്ക് അതിശക്തമാണെങ്കിൽ പഠനം തന്നെത്താൻ നടക്കും. പ്രതിഫലം, ഇതാണ് നമ്മുടെ ശീലത്തെ ശക്തിപ്പെടുത്തുന്നത്. പ്രതിഫലം നല്ലതാണെങ്കിൽ നമ്മൾ ആ ശീലം വീണ്ടും ആവർത്തിക്കും. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. PSC ഇന്ന് പഠിച്ചാൽ നാളെ ജോലി കിട്ടില്ല. റിവാർഡ് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അവിടെ അതിനൊരു ടെക്നിക്ക് ഉപയോഗിക്കണം. ഇന്ന് പഠിച്ചാൽ ഇന്ന് പ്രതിഫലം കിട്ടുന്ന രീതിയിലേക്ക് നമ്മളതിനെ മാറ്റണം. ആ വഴി നമുക്ക് പിന്നീട് പറയാം. ഈ 4 ഘട്ടങ്ങളും ചേർന്നതാണ് ഒരു ശീലം രൂപപ്പെടുന്നത്. ഏതെല്ലാമാണത്? ഒന്ന് സൂചന, മറ്റൊന്ന് ആഗ്രഹം, മറ്റൊന്ന് പ്രതികരണം, മറ്റൊന്ന് പ്രതിഫലം. ഈ ലൂപ്പ് ആവർത്തിച്ച് ചെയ്യുമ്പോൾ അത് ശക്തിപ്പെടുത്തുകയും ആ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യും. ക്ലാസ് കുറച്ച് നേരമായി. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അടുത്ത ആഴ്ച കാത്തിരിക്കുക.